ഹായ് പ്രിയ കൂട്ടുകാരെ, ഷീജാസ് ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്, തലമുടിയെല്ലാം കൊഴിഞ്ഞു റൗണ്ടായിട്ട് കൊഴിഞ്ഞു പോകും. ആ നെറ്റിയുടെ ആ ഭാഗത്തൊക്കെ റൗണ്ടായിട്ട് കൊഴിഞ്ഞ് പോയിട്ട് അവിടെ ഒരു വല്ലാത്തൊരു വൃത്തികേടാണ്. ജെൻസിനാണെങ്കിൽ അവർ പിന്നെ അത് കഷണ്ടിയാന്നും പറഞ്ഞ് കൊണ്ട് നടക്കും. പക്ഷേ ലേഡീസിന് അങ്ങനെ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമമാണ്. നമ്മുടെ ആ ഒരു പഴയ ആ ഒരു ബ്യൂട്ടി തന്നെ മാറിപ്പോവും നമ്മുടെ ഫേസിൻ്റെ. കാരണം നമ്മുടെ ഹെയർ, ആ നെറ്റിയിലുള്ള ആ ഹെയർ പോയി കഴിയുമ്പോൾ ഒരു ഭയങ്കര വൃത്തികേടാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കാരണം എൻ്റെ പഴയ ആ മുടിയുടെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു രീതിയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫേസിൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറിപ്പോയി. അപ്പോൾ നമ്മളിന്ന് അതിന് വേണ്ടിയിട്ട് ആ മുടികളെല്ലാം വീണ്ടും, നമ്മുടെ കൊഴിഞ്ഞു പോയ മുടികളുടെ ഭാഗത്ത് വീണ്ടും മുടികൾ കിളിർത്ത വരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ ചുവന്നുള്ളിയാണ്. ഒരു 10 ചുവന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി എല്ലാ മലയാളീസിൻ്റെ എല്ലാം വീടുകളിൽ കാണുമല്ലോ ചുവന്നുള്ളി. ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിൽ ചുവന്നുള്ളി കിട്ടുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒരു സവാളയുടെ നീരെടുത്താൽ മതി. ആ ചുവന്നുള്ളിയും അത് നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മളൊരു 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതും പിന്നെ ഒരു 4-5 ബദാം, ഒരു 3 ഗ്രാമ്പു ഇടുന്നതെന്ന് വെച്ചാൽ ഈ തലനീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഇത്രയും കൂടെ നന്നായിട്ട് നമ്മൾ അരച്ച് പേസ്റ്റ് പോലെ ആക്കി ഒരു തുണി വെച്ചിട്ട് നമ്മളത് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരമാണ് ഇത് ചെയ്തെടുക്കുന്നത്. ആ ലിക്വിഡ്, നമ്മൾ ആ പിഴിഞ്ഞെടുത്ത ആ ലിക്വിഡ് കൊണ്ടുവന്നിട്ട് ഞാനത് അതിലേക്ക് 1 സ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ നെല്ലിക്കയാണ്. ഇതും കൂടെ മിക്സ് ചെയ്ത് അത് നന്നായിട്ട് അതിലെ ജലാംശം ഒന്ന് വറ്റിച്ചെടുക്കും. കൂടുതൽ അങ്ങ് കുറുകി പോകണ്ട, അത് ഒന്ന് വറ്റിച്ച് ആ ഒന്ന് ചൂടായി വരണം. ആ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് 1-2 ഐറ്റം കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണിത്. ഇത് നമ്മൾ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇത് നന്നായിട്ട് നമ്മുടെ തലയുടെ സ്കാർപ്പിലെല്ലാം നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് നന്നായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകി വിട്ടു കൊടുത്താൽ മതി. ഇതിനകത്ത് തരികളോ ഒന്നുമില്ല. നമ്മൾ നന്നായിട്ട് തുണിയിൽ അരിച്ചെടുക്കുന്നതുകൊണ്ട് നല്ല പേസ്റ്റ്, നമ്മുടെ ക്രീം തയ്യാറാക്കി അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുത്തു. പിന്നെ നെല്ലിക്കാപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ട, നമ്മൾ ഏത് ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ചിലർ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിയ ഓയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ആ ഓയിൽ, ഏത് ഓയിലാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ ഒരു 4 സ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ കയ്യുണ്യാദി കേര തൈലം എന്നും പറഞ്ഞൊരു ഓയിൽ, എനിക്ക് ഒരുവിധം ഓയിലൊന്നും തലയിൽ അപ്ലൈ ചെയ്യാനൊക്കത്തില്ല. തലനീരിറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഈ ഒരു ഓയിൽ തേച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ചെവിയിലൊരു മൂളൽ വരും, അത് ഏത് ഓയിൽ തേച്ചാലും. പക്ഷേ ഇത് തേച്ചതിന് ശേഷം എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ആണിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു 4 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ആവണക്കെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൽ 1 സ്പൂൺ ആവണക്കെണ്ണ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ആവണക്കെണ്ണ കൂടുതൽ നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്താൽ നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചില ആളുകൾക്ക് അലർജി ആയിട്ട് മുടി കൊഴിഞ്ഞു പോകും. നമ്മൾ നല്ല രീതിയിൽ നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത് ചിലപ്പോൾ നമുക്കത് ദോഷമായിട്ട് മാറും. അതുകൊണ്ട് അത് കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. ഒരു 4 സ്പൂണിന് 1 സ്പൂൺ ആവണക്കെണ്ണ അങ്ങനെ ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1 മിനിറ്റോളം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയും നമ്മുടെ ആ പേസ്റ്റും കൂടി ഒന്ന് മിക്സായി വരട്ടെ.
അതിനുശേഷം നമുക്ക് അതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത് ഒരു ക്രീമി സ്ട്രെച്ചറിലാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ വാഷ് ചെയ്യാനും ഒക്കെ നമുക്ക് നല്ല ഒരു ഇതാണ്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയും കാര്യമേ ഉള്ളൂ. ഇത് നമ്മുടെ ഹെയർ പിന്നീട് കാലക്രമേണ ഒരു 2-3 മാസം നമ്മളിത് ഇതേ രീതിയിൽ ഒരു 10 ദിവസത്തേക്ക് വീതം മാത്രം ഇത് പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. ഫ്രിഡ്ജ് സ്റ്റോർ ചെയ്യണം. ഈ ചുവന്നുള്ളി ചേർക്കുന്നതല്ലേ, അല്ലെങ്കിൽ അത് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ ഒരു സ്പൂണ്, ഇതിൽ നിന്നും ഒരു സ്പൂണ് നമ്മുടെ തലയിൽ എത്രയാണോ തേക്കാൻ നമ്മൾ എടുക്കുന്നത് അത്രയും എടുത്തിട്ട് നമ്മൾ പുറത്ത് വെച്ചേക്കുക. പുറത്ത് വെച്ചതിന് ശേഷം നമ്മളത് അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുളിക്കുമ്പം നമ്മളത് വാഷ് ചെയ്ത് കളയുക. ഉടനെ അങ്ങ് കുളിക്കരുത്. ഒരു 10-20 മിനിറ്റെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു 10-20 മിനിറ്റെങ്കിലും വെച്ചേക്കണം. മുടി പിന്നീട് ക്രമേണ അത് നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കളർ മാറിക്കോളും. എന്ന് വെച്ചാൽ നെല്ലിക്കയും നീലയമരി ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ പൂർണ്ണമായി അങ്ങ് നര മാറുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിൽ തന്നെയും ഞാൻ പറയുകയാണ്, ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി ഇത് നിത്യം യൂസ് ചെയ്യുമെങ്കിൽ മുടി കിളിർത്ത് വരും. പൂവും കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ പുതിയ ബേബി ഹെയർസ് ഇങ്ങനെ കിളിർത്ത് വരും. അത് ഉറപ്പാണ്. എൻ്റെ തലയിൽ കൊഴിഞ്ഞു പോയ ഭാഗത്തെല്ലാം ഇപ്പോൾ ബേബി ഹെയർസ് വന്നിട്ടുണ്ട്. ഞാനിതിപ്പം 2ാമത്തെ തവണയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യ തവണ തന്നെ പ്രിപ്പയർ ചെയ്ത് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല ഒരു വ്യത്യാസം വന്നു. അതുകൊണ്ടാണ് 2ാമത്തെ തവണ ഞാനിത് പ്രിപ്പയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ അത് ആ ഓയിലും ക്രീമി ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ നല്ല നല്ല ടിപ്പുകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. നോക്കൂ, നല്ല കറുപ്പ് കളറായിട്ടുണ്ട്, നല്ല ക്രീമി ആയിട്ടുണ്ട്. അത് ഇപ്പം നല്ല ചൂടുണ്ട്. ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ല ബ്ലാക്കിഷ് കളറായിട്ട് മാറും. അത് നല്ല ക്രീമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മുടെ മുടിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുക എന്നൊന്നും പേടിക്കേണ്ടതായിട്ടില്ല. എല്ലാവരും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്കിത് നന്നായി തണുത്തതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ് ജാറിനകത്താക്കി വയ്ക്കാം. ചെറിയൊരു ബോട്ടിലിനകത്താക്കിയിട്ട് നന്നായിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. എല്ലാവരും ഇതുപോലെ നോക്കൂ. നല്ല ക്രീമി ആയിട്ട് കണ്ടേ, നല്ല ക്രീമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ക്രീം തയ്യാറാക്കിയത് അത് ആ തുണിക്കകത്ത് അരിച്ചെടുക്കുന്നതുകൊണ്ടുള്ള ഗുണമാണത്. നമുക്ക് നമ്മുടെ മുടിയിലൊന്നും പറ്റി പിടിച്ചിരിക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ നെല്ലിക്കപ്പൊടി നീലയമരിയുടെ പൊടിയൊക്കെ ചേർത്തത് അതും തീരെ നൈസ് പൊടിയാണ്. അതുകൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. നമുക്കിതിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എല്ലാവരും ഇതേപോലെ. അതുപോലെ തന്നെ ചില കുട്ടികളുടെയൊക്കെ തീരെ പിരികമില്ലാത്ത കുട്ടികൾ, അതിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. ഇതൊരു നമ്മൾ ബഡ്സിൽ ഒന്ന് ടിപ്പ് ചെയ്തിട്ട് നമ്മുടെ കുട്ടികൾ പിരികത്ത് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. രാത്രി സമയത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രാവിലെ അതങ്ങ് വാഷ് ചെയ്താൽ മതി. അങ്ങനെ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. പിരികം പോയെടുത്തും അതേപോലെ നമ്മുടെ പുതിയ പുതിയ ബേബി ഹെയർസ് വരാനും ഒക്കെ ഏറ്റവും നല്ലൊരു ടിപ്പാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇത് നമുക്ക് ബാക്കിയോട്ടിരിക്കട്ടെ, എനിക്ക് അപ്ലൈ ചെയ്യാം. ഇത് നമുക്കിനി അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. നല്ല ബ്ലാക്ക് കളറിൽ തന്നെ നമുക്ക് കിട്ടി. നമ്മുടെ നന്നായിട്ട് നമുക്ക് ബേബി ഹെയർസ് വരും. എല്ലാവരും ഒന്ന് തയ്യാറാകുമെങ്കിൽ ക്രമേണ നമ്മുടെ ഹെയർ ഈ നര വന്നതൊക്കെ അങ്ങ് മാറിക്കോളൂ. അങ്ങ് ഡൈ ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് മാറും. ഡൈ പോലാക്കി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങളിത് ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു നാരങ്ങയുടെ നീര് കൂടി, ഒരു 5-6 തുള്ളി നാരങ്ങയുടെ നീര് കൂടി അപ്ലൈ ചെയ്തിട്ട് അതിനകത്തേട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് പുരട്ടി കൊടുക്കും. അപ്പോൾ
കയ്യിൽ പുരട്ടിയിട്ട് കൈയെല്ലാം ഡാർക്ക് കളറായി എൻ്റെ കയ്യിലെല്ലാം. അത് ആ നെല്ലിക്കപ്പൊടിയുടെയും നീലമരിയുടെയൊക്കെ ഇതുകൊണ്ട് കണ്ടില്ലേ, ഒരു ഡൈ ആണോ എന്ന് ചോദിച്ചാൽ ഡൈ അല്ല, ഡൈ ആണെന്ന് ഞാൻ അവകാശം പറയുന്നില്ല. ഇത് ഹെയർ കെയറിന് വേണ്ടി മാത്രമുള്ളതാണ്. ബേബി ഹെയർസ് വരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് തയ്യാറാന്ന് ആക്കി നോക്കുക. ഇനിയും പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.